ഗൈസ്, അപ്പോൾ ഇത് ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ ബാക്ക് ടെയിൽ പീസാണ്. ഇത് ഷോറൂമിലാണെങ്കിൽ 1500 വില വരും. ഇപ്പോൾ നമ്മൾ പുതിയ പീസ് 750 എടുത്തിട്ടുള്ളത്. കാരണം കണ്ടറിയ സ്റ്റിക്കറുകൾ ഇളക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ പീസ് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് MC വെച്ച് അടിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നു. പക്ഷേ അത് അത്ര ശരിയായില്ല. അപ്പോൾ ഇനി എന്തായാലും ഈ പീസ് മാറണം. അപ്പോൾ ഇതിന് ഷോറൂമിൽ തിരക്കിയപ്പോൾ റേറ്റ് ഒരു 1800 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊല്ലത്തൊരു കടയിൽ പോയി എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 750 പുതിയ പീസ് കിട്ടിയിട്ടുണ്ട്. അതിനടുത്ത പുതിയ പീസ് ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റിക്കറുകൾ ഇളക്കിയിട്ടില്ല. പക്ഷേ ഇത് ജെന്യൂൻ പാർട്ടല്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കടയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. കൊറിയറൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ടാണ് വാങ്ങിച്ചത്. ആദ്യം ഇതിൻ്റെ സീറ്റ് നമ്മൾ ഊരി എടുക്കുന്നത്. ഇപ്പോൾ സീറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് ഊരി എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കീയിട്ട് തുറന്നിട്ട് ഈ അതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, ലോക്കുണ്ട്. ഈ ലോക്ക് പിടിച്ച് താത്തയായി നമുക്ക് ദൂരി എടുക്കാം. അപ്പോൾ ഈ സൈഡിലത്തെ പാനൽ കെട്ടി വെച്ചേക്കുന്നത് അയച്ചപ്പോൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മാറിയേ പറ്റൂ. ഇനി ഒരു ഒട്ടിച്ച് വൃത്തിയിടാക്കാൻ നിൽക്കുന്നില്ല. 2 സൈഡിലും പാനൽസ് അയക്കണം. ആ പാനൽസ് അടിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അയച്ചെടുക്കാം. പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വലിച്ചളാവുന്ന രീതിയിലുള്ള ലോക്കാണ്. അപ്പോൾ അത് പിന്നെ അയച്ചെടുക്കാം. 2 സൈഡിലെയും പാനൽസ് നമ്മൾ റിമൂവ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ പീസ് ഊരാൻ വേണ്ടി ഇവിടെ ഈ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തും പിന്നെ ഇവിടെ 2 സ്ക്രൂസുമാണ് വരുന്നത്. ഇത് 2 ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരി എടുക്കാൻ പറ്റും. ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്യണം. പക്ഷേ ഇതവ MC വെച്ച് അടിച്ച് കോളാക്കി വെച്ചേക്കാൻ. അപ്പോൾ ഇത് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇവിടെ ഈ ഒരു സ്ക്രൂ വരുന്നുണ്ട്. പക്ഷേ അത് വരച്ച് പൊട്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഊരേണ്ടി വരുന്നില്ല. അതിനൊക്കെ അപ്പുറത്തും കാണും. പാനലിൻ്റെ ജോയിൻസ് എല്ലാം നമ്മളിപ്പോൾ അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗ്രാബ് കൂടെ അയച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓടിച്ചാൽ ഊരി എടുക്കാം. പക്ഷേ പുതിയത് വയ്ക്കുമ്പോൾ സ്ക്രാച്ച് ഒന്നാമത് വയ്ക്കണമെങ്കിൽ ഇത് ഊരിയാലേ വയ്ക്കത്തുള്ളൂ. പിന്നെ ഈ ലഗേജ് കാരിയർ ആണെങ്കിൽ ഈ സ്റ്റേ ഇവിടെ വിടണം. എങ്കിലേ ഇത് പുതിയത് നമുക്ക് വെക്കാനും ഇത് അഴിക്കാനും എല്ലാം പറ്റൂ. ഊരാൻ വേണ്ടി 4 ബോൾസാണ് വരുന്നത്. അത് ഊരി എടുത്ത് കഴിഞ്ഞാൽ കാരിയർ നമുക്ക് എളുപ്പത്തിൽ ഊരി എടുക്കാം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അലൈൻ ചെയ്ത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിട്ട് ഒരു സ്ക്രൂ ആയിട്ടത് അതിനൊക്കെ ഇപ്പുറത്ത് വിടണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ബാക്കിലത്തെ 3 ബീഫായിട്ടാണ് എടുത്തേക്കുന്നത്. അകത്തുള്ള ഈ ക്ലിപ്പ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വേറെ ഏതോ പാർട്ടിന്ന് വെച്ച സ്ക്രൂ ആണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ അതില്ലായിരുന്നു. അപ്പോൾ ഈ അകത്തതൊക്കെ ഇപ്പോൾ ഉള്ളതിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെളിയിലത്തൊക്കെ നമ്മൾ സെപ്പറേറ്റിന് വാങ്ങിച്ചിടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 2 സൈഡിലും ഇവിടെയുള്ള ഫിറ്റിങ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഈ പഴയ ഇതിന്നുള്ള ഈ ബുഷും ഈ വാഷറൊക്കെ എടുത്ത് ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ട് വേണം അതിന് ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി. കറക്റ്റ് റബ്ബർ വാഷർ പഴയതിനാണെങ്കിൽ നമുക്ക് അകത്തോട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അതുമായിട്ടിട്ട് ബലം പിടിച്ച് പൊട്ടിപ്പോകുന്നുണ്ട്. വെളിയിൽ നിന്നിട്ടിട്ട് സ്ക്രൂ ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടാണുള്ളത് ഈ ബോൾട്ട്. അത് കണക്ക് ഇനി ഇപ്പുറ സൈഡിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ബാക്കിലെ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സ്ക്രൂസൊക്കെ പഴയ കിച്ചിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ അതെല്ലാം അകത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിയിലുള്ള സ്ക്രൂ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ ഇടാൻ വേണ്ടി. ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു സ്ക്രൂവും ആ ഒരു ക്ലിപ്പും വേണം. അതെനിക്ക് ഇപ്പുറത്തുണ്ട് 2 എണ്ണം അവിടെ. പിന്നെ ഈ ബാക്കിൽ ഇതെനിക്കൊരു ചെറിയ പീസ് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രൂസും ഇല്ല. ഈ MC ചെറുതായിട്ടുണ്ട്. അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ആ സ്ക്രൂസ് ഇവിടെ വാങ്ങിച്ച് സെറ്റ് ചെയ്തണം ഇതിവിടെ വെക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടി ഇനി നമുക്ക് കടയിൽ പോയി വാങ്ങിക്കണം. ലാസ്റ്റായിട്ട് ഈ ഗ്രാബ് റെയിലോട് വെച്ച് അതിൻ്റെ സ്ക്രൂസൊക്കെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാബ് റെയിലിൻ്റെയൊക്കെ സ്ക്രൂസ് ടൈറ്റ് ചെയ്യുന്ന നേരത്ത് വെർട്ടിക്കലായിട്ടുള്ള സ്ക്രൂസ് വേണം ആദ്യം ടൈറ്റ് ചെയ്യുന്നത്. ക്രോസ് ആയിട്ടുള്ളത് ഇതും ടൈറ്റ് ചെയ്തിട്ട് ഇതും ടൈറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ടൈറ്റ് ചെയ്യണം. 4 ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 4 സ്ഥലത്തും പൊസിഷനായിട്ട് ഇരിക്കും. നല്ല കട അവധിയായിരുന്നുകൊണ്ട് ഈ ക്ലിപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഈ 2 ക്ലിപ്പും ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം ഈ അടിയിലത്തെ ഈ പീസ് കയറ്റി വെച്ചിട്ട് നമുക്ക് വെളിയിൽ നിന്ന് സ്ക്രൂ ഇടാൻ വേണ്ടി. പിന്നെ അതിലോട്ട് അടക്കാം. സാധനമുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലായി എങ്ങനെ സെറ്റ്. അപ്പോൾ അത് കറക്റ്റ് ഈ ബ്ലാക്ക് ലൈറ്റിന് അതിലോട്ട് കയറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഇത് 2 സൈഡിലെയും പൊസിഷൻ നോക്കിയിട്ട് ഈ സ്ക്രൂസ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എടുത്ത് ഇതുകൂടെ വെച്ചാൽ മതി. പിന്നെ ഇവിടെയും കൂടെ ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പൊട്ടിയിരിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഗോദ ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് 2 പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.